ഡോക്ടർ കെ എ ഭാസ്കരൻ ചരമവാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും 29-ന് നടക്കും. ഫാസ് ഓഡിറ്റോറിയത്തിൽ ബെന്നി ബെഹനാൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മനോജ് മൂത്തേടൻ MLA പഠനോപകരണ വിതരണം നിർവഹിക്കും. പെരുമ്പാവൂരിലെ രാഷ്ട്രീയ സാമൂഹിക ആതുര സേവന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ കെ എ ഭാസ്കരൻ. പാവങ്ങളുടെ ഡോക്ടറായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ SN മിഷൻ ആശുപത്രി ചെയർമാൻ, ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ബോർഡ് മെമ്പർ, കലാ ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. ടാക്സ് കൺസൾട്ടന്റ് സ്ഥാപക സംസ്ഥാന പ്രസിഡന്റ്, പെരുമ്പാവൂർ റേഞ്ച് കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിലും സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ 3ാം ചരമവാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും വെള്ളിയാഴ്ച നടക്കും. ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് 4:30-ന് ബെന്നി ബെഹനാൻ MP പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം ഞങ്ങളുടെ ഡോക്ടർ കെ എ ഭാസ്കരൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ കമ്മിറ്റി കൂടി അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ അവാർഡ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ആക്കി മാറ്റണമെന്നാണ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഏതാണ്ട് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിലും പെരുമ്പാവൂർ പ്രദേശത്ത് ഒട്ടനവധി അന്യസംസ്ഥാനത്തെ തൊഴിലാളികളും മറ്റ് സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ടും സ്കൂൾ ആരംഭ കാലഘട്ടം വരുന്നതുകൊണ്ടും നമ്മൾ രണ്ട് കാര്യമാണ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ മുനിസിപ്പൽ അതിർത്തിയിലെ 4 ഹൈസ്കൂളിൽ നിന്ന് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ഈ 29-ാം തീയതി കൂടുന്ന നമ്മുടെ പൊതുയോഗത്തിൽ വെച്ച് അനുമോദിക്കുവാനും അതുപോലെ തന്നെ +2-നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ള ഓരോ സ്കൂളിൽ നിന്ന് 5 പേരെ നമ്മൾ മാർക്ക് വാങ്ങിയിട്ടുള്ള 5 പേരെ നമ്മൾ അനുമോദിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് SSLCയുടെ റിസൾട്ട് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ അതിർത്തിയിലെ 4 ഹൈസ്കൂളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ 29-ാം തീയതി ഫാസിൽ കൂടുന്ന അന്നത്തെ യോഗത്തിൽ വെച്ച് നമ്മൾ അനുവദിക്കാൻ തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 32ഓളം വിദ്യാർത്ഥികളാണ് A+ കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മനോജ് മൂത്തേടൻ MLA പഠനോപകരണ വിതരണം നിർവഹിക്കും. നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ SSLC, +2 ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ നഗരസഭാ അധ്യക്ഷ KN സംഗീത അനുമോദിക്കും. ട്രസ്റ്റ് ചെയർമാൻ PK സോമൻ, സെക്രട്ടറി B മണി, ട്രഷറർ അഡ്വക്കേറ്റ് TA വിജയൻ, ഷാജി മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ വ്യത്യസ്ത നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടർച്ചയായി മന്ത്രിസഭാ രൂപീകരണമെല്ലാം നടക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണ് 21 എന്ന ഡേറ്റ് ഒരാഴ്ച കൂടി നീട്ടിവെക്കേണ്ടത്. 21-ാം തീയതി ഡോക്ടറെ ചരമദിനം 21-ാം തീയതിയാണ്. ആ 21-ാം തീയതി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 24-ാം തീയതിയാണ്. അപ്പോൾ പുതിയ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ ജനപ്രതിനിധികൾക്കെല്ലാം വരാനിടയുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി 29-ലേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ചതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ മന്ത്രിമാരായിട്ടില്ല. അതുപോലെ മുഖ്യമായും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നിലവിലുള്ള ജനപ്രതിനിധി അത് MP ആണ്. MP ഇതിന് ഉദ്ഘാടനം നടത്തണമെന്നും MP ശ്രീ ബെന്നി ബെഹനാനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും അദ്ദേഹം തന്നെ നേരത്തെ ഇതിന്റെ പരിപാടി പങ്കെടുത്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ ട്രസ്റ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഇതിന്റെ ആതുര സേവന പ്രവർത്തനങ്ങൾക്കും രോഗികളെ സന്ദർശിക്കാനും അതിന്റെ പാലിയേറ്റീവ് പ്രവർത്തനം നടത്താനും വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ആംബുലൻസിന് ആവശ്യമായ വാഹനം ട്രസ്റ്റിന് വേണ്ടി തരാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് വീണ്ടും ഇതിന്റെ സമ്മേളനത്തിൽ വെച്ച് ആവർത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ആരായാലും ആ MLA നാം ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചപ്പോൾ MLA ആരാണ് ഉറപ്പായി. അപ്പോൾ MLA ഇതിന് പ്രധാനപ്പെട്ട ഒരു പരിപാടിക്കകത്ത് പങ്കെടുക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ പങ്കെടുക്കും. ചെയർപേഴ്സണാണ് പുതുതായി ആരംഭിച്ച ട്രസ്റ്റിന്റെ ആഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ ചെയർപേഴ്സൺ ആയിരുന്നു. അന്നും നമ്മളെല്ലാം ഒരുമിച്ച് കണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.